പടന്നക്കാട് KCB ഉദ്യോഗസ്ഥർക്ക് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. കാറിലെത്തിയ 4 അംഗ സംഘം സബ് എഞ്ചിനീയർ ശശി PVയെ മർദ്ദിച്ചു. വീഡിയോ എടുത്ത ഓവർസിയർ ശ്രീജിത്തിനെയും ആക്രമിച്ചു. രണ്ടുപേർക്കും സാരമായ പരിക്കുണ്ട്. സരീഷ് PK ചേരുന്നു വിവരങ്ങളുമായി. സരീഷ്, ഈ മർദ്ദനം എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് പ്രകോപനം? പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ? ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഈ പടന്നക്കാട് മേഖലയിൽ, പടന്നക്കാട് പ്രത്യേകിച്ച് തൈക്കടപ്പുറം മേഖലയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി ഇല്ലാതിരുന്നു. ഈ മരം വീണതിനെ തുടർന്നാണ് ഈ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ മേഖലകളിൽ നിന്നും പലവരും ഈ KCBയിലേക്ക് വിളിച്ചിരുന്നു. പക്ഷേ ആളുകളുടെ കുറവ് കാരണവും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ജോലിയുള്ളത് കാരണവും ആ സമയത്ത് എത്താനായില്ല. ഇന്ന് പുലർച്ചെയാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഈ മേഖലയിലേക്ക് എത്തിയത്. ഇവർ ജോലിയിൽ പ്രവേശിച്ച ഉടനെയാണ് 4 അംഗ സംഘം കാറിലെത്തി ഇവരെ മർദ്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. അകാരണമായി മർദ്ദനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നും സംസാരിക്കാതെ നേരിട്ടെത്തുകയും ഇപ്പോഴാണോ വരുന്നത്, നിങ്ങളിനി ജോലി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് താഴെയുള്ള സബ് എഞ്ചിനീയറെ ശശിയെ ആദ്യം മർദ്ദിക്കുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ഈ 4 പേരും, അതായത് കാറിലെത്തിയ ആദ്യം ഇറങ്ങിയ 3 പേർ ഈ ശശിയെ മർദ്ദിക്കുന്നത് കണ്ട് അത് ചിത്രീകരിക്കുകയായിരുന്നു ഓവർസിയറായ ശ്രീജിത്ത്. അപ്പോൾ തുടർന്ന് ശ്രീജിത്തിനെയും മർദ്ദിക്കുന്നു. പിന്നാലെ മറ്റ് ജീവനക്കാർ, പോസ്റ്റിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ താഴേക്ക് എത്തുന്നു. പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഈ കണ്ടുനിന്ന നാട്ടുകാരുൾപ്പെടെ ഈ മദ്യപ സംഘത്തെ അല്ലെങ്കിൽ ലഹരി സംഘത്തെ പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും അവർ ഒതുങ്ങിയില്ല. അല്ലെങ്കിൽ നാട്ടുകാരെ ഉൾപ്പെടെ ചീത്ത വിളിക്കുകയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, തെറി വിളിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ തെറി വിളിക്കുകയും ശ്രീജിത്തിനെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഈ പരിക്കേറ്റ ശശി ഒപ്പം ശ്രീജിത്ത് എന്നിവർ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പിന്നീട് പോലീസ്, നാട്ടുകാരും ഒപ്പം തന്നെ എഞ്ചിനീയർ വിഭാഗവും ഉൾപ്പെടെയുള്ള ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോഴും ഈ ഗുണ്ടാ സംഘത്തിൻ്റെ അല്ലെങ്കിൽ ലഹരി സംഘത്തിൻ്റെ അക്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. നാട്ടുകാരുമായി ഇവർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. അവിടെ അഡീഷണൽ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടും അവരെയും തെറി വിളിക്കുകയും മർദ്ദിക്കും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നാലെ പോലീസ് എത്തുന്നു, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ പോലീസിന് നേരെയും ഈ ലഹരി സംഘത്തിൻ്റെ അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തിൻ്റെ അക്രമം ഉണ്ടായിരുന്നു. അവർ തെറി വിളിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് 3 പേരെയാണ് ഇപ്പോൾ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്തു എന്നാണ് അറിയുന്നത്. അകാരണമായി, അതായത് ഒരു കാരണവുമില്ലാതെ ഈ ജീവനക്കാർക്ക് നേരെ അതിക്രമം നടത്തുകയായിരുന്നു. അതിനെതിരെ KCB ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും ഈ സാധൂകരിക്കാവുന്നൊരു സംഭവമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പടന്നക്കാട് സംഭവിച്ചിരിക്കുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കാസർഗോഡ്.